ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിലിയൻസ്. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായ ഒരു ടൈമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല പരീക്ഷകളും വരാനിരിക്കുകയാണ് ഇനിയുള്ള മാസങ്ങളിൽ. അപ്പോൾ അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് LSGDയിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം. കാറ്റഗറി നമ്പർ 573/2024 ആണ്. ഈ വരുന്ന ജൂലൈ 8-ാം തീയതിയാണ് PSC പരീക്ഷ നടത്താനിരിക്കുന്നത്. ഇപ്പം നിലവിൽ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ PSC ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ കൺഫർമേഷൻ മെയ് 11-ാം തീയതി വരെ ഈ പരീക്ഷയ്ക്കുള്ള കൺഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അധികം താമസിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിരിക്കുക. അപ്പോൾ ഏതൊരു പരീക്ഷയെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം ആ പരീക്ഷയെപ്പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പരീക്ഷയെപ്പറ്റി നന്നായി മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ് പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ LSGD A എക്സാമിൻ്റെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് എങ്ങനെയാണ്, അതിൽ കൊടുത്തിരിക്കുന്ന മാർക്ക് വെയിറ്റേജ് ചെയ്ത രീതിയിലാണ്, സബ്ജക്ട്സ് എങ്ങനെയാണ്, ഡിസ്ട്രിബ്യൂഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യമുന, എൻ്റെ കൂടെ ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീലക്ഷ്മി ആൻഡ് വർഷ. ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് അനാലിസിസിലോട്ട് പോവാം. എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിനുള്ള എക്സാം ആണ്. അപ്പോൾ ഈ 100 മാർക്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ആണ്, ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് ചെയ്ത രീതിയിലാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ PSC പുറത്തുവിട്ട സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2 സെപ്പറേറ്റ് സബ്ജക്ട്സ് ആയിട്ട് പഠിക്കുമെങ്കിൽ പോലും സിലബസിൽ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടിനും കൂടെ ചേർത്ത് 10 മാർക്കാണ് PSC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ മോസിനെ പറ്റി ആക്ച്വലി ഒരു സെൻറ്റൻസിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മോസിൽ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് മുഴുവനായിട്ടും അതിൽ കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്, സ്ട്രെസ്സസ്, ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, തിയറി ഓഫ് കോളംസ്, അത്രയും രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മോസിന്. ഇനിയും ടോപ്പിക്സ് ഉണ്ട് മോസിൽ, പക്ഷേ സിലബസിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റുഡൻസ് ഏതൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോബ്ലംസ്, ഇപ്പോൾ വോളിമെട്രിക് സ്ട്രെയിൻ, അതുപോലെ ടെമ്പറേച്ചർ, സ്ട്രെസ്, പോയ്സൺസ് റേഷ്യോ, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ SFD BMD അതിൻ്റെ വാല്യൂസ്, പിന്നെ ചില സ്റ്റാൻഡേർഡ് കേസസിനൊക്കെ നമ്മൾ പൊതുവെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് കൃത്യമായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ, ഷിയർ സ്ട്രെസ്സിൻ്റെ കമ്പ്യൂട്ടേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ വേരിയേഷൻസ് വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും നോക്കിയിരിക്കേണ്ട ടോപ്പിക്സ് ആയിട്ട് പറയാം നമുക്കിതിനകത്ത്. നമ്മളിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ഇപ്പൊ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് മോസിന് നല്ല വെയിറ്റേജ് ഉണ്ട്. ഇപ്പൊ ഈ മോസും എസ്ഐ ഇത്ര വിപുലീകരിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും മോസ് ചെറുതാക്കി കൊടുത്തിരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും എസ്ഐനെ അപേക്ഷിച്ച് മോസിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 7, ഇപ്പം 10 മാർക്കല്ലേ മൊത്തം വരുന്നത്, ഒരു 7 മാർക്കോളം ഏതിന് വരാം, മോസിന് തന്നെ വരാം. അങ്ങനത്തെ ഒരു വെയിറ്റേജ് ആണ് മോസിനുള്ളത്. അതുപോലെ പ്രീവിയസ് ഇയർ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിലുപരി ഈ തിൻഷെൽ, അതുപോലെ സ്ട്രെയിൻ എനർജിയുടെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോർഷൻസിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റേജ് കൊടുത്ത് അത് പഠിക്കാം. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ്, പ്രഷർ വെസൽസ്, അതിൻ്റെയൊക്കെ കേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. സിലബസിനകത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അതും കൂടെ നോക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. കാരണം സിലബസിൽ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് എന്തായാലും പറയുന്നുണ്ട്. അതായത് ഈ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് അല്ലാത്ത കേസസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം എന്ന് PSC സിലബസിന് അവസാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. സിലബസിനകത്ത് ഡീപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, പക്ഷേ നമുക്ക് പഠിക്കേണ്ടത് ഡീപ്പാണ്. അതെ, അങ്ങനെയാണ്. ഇനി എസ്സേയിലോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറേ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ILD, ഇൻഫ്ലുവൻസ് ലൈൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്സേ സംബന്ധിച്ചിടത്തോളം. അതുപോലെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ആർച്ചസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതുപോലെ തന്നെ ഇൻഡിറ്റർമിനസിയുടെ കേസസ്, സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക്, അതുപോലെ മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, ഓരോ സ്ട്രക്ചറിനുള്ള അനാലിസിസ് മെത്തേഡ്സ്, അത് പ്രപ്പോസ് ചെയ്തത് ആരാണ്, ആ രീതിയിലുള്ളൊക്കെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ മേ ബി ചോദിച്ചേക്കാം. പിന്നെ ഈ മെട്രിക്സ് ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ഒക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ശരിക്കും പറയുകയാണെങ്കിൽ എസ്സേയിൽ. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. പിന്നെ ഈ സിലബസിനകത്ത് തന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇപ്പോൾ ക്ലാപെറോൺസ് തിയറം, അതുപോലെ കാനീസ് മെത്തേഡ് എന്നൊക്കെ പറയുമ്പം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തിരി ഡീപ്പായിട്ട് വേണമെന്നില്ല, ബേസിക്സ് മാത്രം എന്നുള്ള രീതിയിൽ നോക്കി പോയാലും മതി. നേരത്തെ പറഞ്ഞ് അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കി വെക്കണം എസ്സേയിൽ എന്തായാലും.
അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ എന്താ, മൊഡ്യൂൾ 1-നെ വച്ച് നോക്കുമ്പോൾ നമുക്ക് മോസ്റ്റിന് കുറച്ച് വെയിറ്റേജ് കുറച്ച് കൂടുതലായിട്ട് കൊടുത്ത് തന്നെ പഠിക്കാം. എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. അതെ അതെ, ഒരു 7:3 എന്നുള്ള റേഷ്യോയിലൊക്കെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാം ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് വരുമ്പോൾ FM-ഉം വാട്ടർ റിസോഴ്സും ആണ് വരുന്നത്. അപ്പോൾ FM-ൻ്റെ വാട്ടർ റിസോഴ്സിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് AE ലെവലിൽ FM-നാണ് കൂടുതൽ വെയിറ്റേജ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് വാട്ടർ റിസോഴ്സിനെ അപേക്ഷിച്ച് FM-നാണ് വരിക. വാട്ടർ റിസോഴ്സ് അതേസമയം ഓവർസിയറിന് വരുമ്പോൾ വാട്ടർ റിസോഴ്സിൽ നിന്ന് നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെഷനാണ് വാട്ടർ റിസോഴ്സിൻ്റെ. പക്ഷേ ഇവിടെ നമുക്ക് FM ആണ് ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത്. FM-ൻ്റെ ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ്, ഇന്നത് ലെസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ട് നമുക്കില്ല. ഓരോ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സർവേയിങ്ങും ലെവലിങ്ങും അതുപോലെ എസ്റ്റിമേഷനും, അതാണ് അടുത്ത ഒരു മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത്. സർവേയും എസ്റ്റിമേഷനും കൂടെ 10 മാർക്ക് എന്നുള്ള രീതിയിലാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സർവേയിൽ സിലബസ് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഫസ്റ്റ് വേർഡ് ബേസിക്സ് ഓഫ് സർവേയിങ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബേസിക്സ് ഓഫ് സർവേയിങ് എന്ന് പറയുമ്പം ഈ ഫണ്ടമെന്റൽസ് ഓഫ് സർവേ എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രം ആണ് പൊതുവെ നമ്മൾ ബേസിക് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് പഠിക്കുന്ന ഒരു ചാപ്റ്റർ. എന്നാൽ പോലും ബാക്കിയുള്ള ബേസിക് ഓഫ് സർവേ എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ചെയിൻ സർവേയുടെ ഇപ്പോൾ ഒരു ചെയിനിൻ്റെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയിൻ സർവേയിൽ വരുന്ന ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കുക. പിന്നെ ലെവലിംഗ്, കോണ്ടൂറിങ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ലെവലിംഗ് എന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഈ ലെവൽ എക്സാം. അതെ. പിന്നെ ഏരിയ വോളിയം കമ്പ്യൂട്ടേഷൻ, ഇപ്പൊ ഈ റീസെന്റ് നടന്ന ഹാർബർ എയുടെ എക്സാം, അതിൽ ഈ ഏരിയ വോളിയം കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ ലെവലിംഗ് ഇന്ന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബേസിക്സ് ഓഫ് സർവേ, നമ്മുടെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൽ ഈ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, റോങ് സ്കെയിൽ കറക്റ്റ് സ്കെയിൽ അതൊക്കെ തന്നിട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ, പ്രോബ്ലംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സർവേയിലോട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ GPS, റിമോട്ട് സെൻസിങ്, GIS ഇതിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് കൂടുന്നുണ്ട്. ഈ ഇടയായിട്ട് ഈ അടുത്ത് വരുന്ന നോക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും. അപ്പൊ അഡ്വാൻസ് സർവേ മെയിൻ ആയിട്ടും ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്ത് പോവാം. തിയോഡലൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. തിയോഡലൈറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പിന്നെ വരുന്നത് എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷനിലോട്ട് വരുമ്പോഴത്തേക്കും എസ്റ്റിമേഷനിൽ ഡിപ്രീസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വാല്യുവേഷൻ്റെ മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. റെന്റ് ഫിക്സേഷൻ അതൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ എക്സാമിനൊക്കെ ചോദിച്ചതാണ്. അതുപോലെ തന്നെ എസ്റ്റിമേറ്റിൻ്റെ ടൈപ്സ് ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ അതൊക്കെയാണ് എസ്റ്റിമേഷനും വാല്യുവേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും 10 മാർക്കാണ്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 10 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന് കഴിഞ്ഞ പ്രീവിയസ്ലി ഇറങ്ങിയ എക്സാംസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഈക്വൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വരുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. 20 മാർക്കാണ് ഈ ഒരു മൊഡ്യൂളിന് ഇവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു മൊഡ്യൂൾ വൈസായിട്ട് സിലബസ് തന്നതിന് ശേഷം കറക്റ്റായിട്ട് PSC ആ ഒരു പാറ്റേൺ തന്നെ മാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല. കറക്റ്റായിട്ട് ആ ഒരു പാറ്റേൺ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ തന്നെ പോവും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ പോലും ഒരു ഉദ്യോഗാർത്ഥി ഈ ടിമ്പർ എന്ന് പറയുന്ന ചാപ്റ്റർ അത് പഠിക്കാണ്ട് ഒരു എക്സാമിന് പോകരുത്. എന്തായാലും ഒരു 2-3 ക്വസ്റ്റ്യൻ എങ്കിലും ആ ടിമ്പർ എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് വരും, ചാപ്റ്ററിൽ നിന്ന് വരും. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് സിമെന്റ്. ഇതിൽ സിമെന്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ മോട്ടാർ ഇതിലൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ് സിമെന്റ്. സിമെന്റിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ട് ഈ ടിമ്പറും സിമെന്റും ആദ്യമേ തന്നെ ഫിനിഷ് ചെയ്യാം. ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ എന്താ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചോദിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും വരാം. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ പോവാം. അപ്പൊ നമ്മള് നല്ലപോലെ ബേസ് നല്ലപോലെ സെറ്റ് ആണെങ്കിലേ ഒരു AE ലെവൽ എക്സാമിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അതാണ് PSCയിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാർക്ക് എന്തായാലും ഉറപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പോവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നല്ലപോലെ കാര്യവിവരമുള്ള ഒരാൾക്ക് AEയിൽ നല്ലപോലെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. കൺസെപ്റ്റ് നല്ലപോലെ ക്ലിയർ ആയിരിക്കണം. അതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്ന കാര്യം. ഇതില് കൂടുതലും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത്. അതെ. അതുപോലെ തന്നെ പിന്നെ CPM PERT എന്നൊക്കെ നമുക്കൊരു ഒരു 1-2 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വരും എന്ന് വിചാരിക്കാം. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഈ BM BC എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് നല്ലപോലെ വരും.
ഇപ്പോൾ എല്ലാവരും എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ വരുന്ന എല്ലാ ഓവർസിയർ എക്സാം വരുന്നുണ്ട്, എല്ലാം അടുപ്പിച്ച് തന്നെ വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗ്രേഡിന് വേണ്ടി നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതേ വെയിറ്റേജ് അവിടെയും ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എയുടെ അതേ വെയിറ്റേജ് ഓവർസിയർ ഗ്രേഡ് 1 നമുക്ക് ഉള്ളതാണ്. ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതെ അതെ. അങ്ങനെയാണ് നമ്മുടെ തേർഡ് ഈ മൊഡ്യൂളിന്റെ കേസ് വരുന്നത്. അങ്ങനെയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ 2 സബ്ജക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് വാട്ടർ സോഴ്സസും ഉണ്ട്, വേസ്റ്റ് വാട്ടറും ഉണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടന്റ് വെയിറ്റേജ് കൊടുക്കേണ്ടത് ഏതാണ്? വേസ്റ്റ് വാട്ടറിനാണ്. അപ്പോൾ വേസ്റ്റ് വാട്ടർ ഡീപ്പായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. എല്ലാ ടോപ്പിക്സും നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 10 മാർക്സ് ആണ്. 10 മാർക്ക് അതേപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഏതാണ്? റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ചു കാണുന്നതാണ് ഡിസൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ആയിട്ടാണ് എന്താ ഉള്ളത്? RCC ഉണ്ട്, സ്റ്റീൽ സ്ട്രക്ചറും ഉണ്ട്. RCCയിലെ വെയിറ്റേജ് വരുന്ന ഒരു 15-20 ക്വസ്റ്റ്യൻസ് RCCയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെയാണ് സ്റ്റീൽ വരുന്നത്. സ്റ്റീലിൻ്റെ ഒരു കൂടിപ്പോയ ഒരു 6-7 അത്രയും ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. പിന്നെ ഇതിൽ ലാസ്റ്റ് പാർട്ടിൽ ഒരു ടിമ്പർ സ്ട്രക്ചേഴ്സ്, അതിൽ വെയിറ്റേജ് ഏറ്റവും കുറവായിരിക്കും. ഇപ്പം ഈ 2, അതായത് എൻവയോൺമെന്റൽ എഞ്ചിനീയറും ഡിസൈൻ സ്ട്രക്ചർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടോപ്പിക്സ് ആണ്. എയിൽ റാങ്ക് മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് RCCക്ക് നല്ല വെയിറ്റേജ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് RCCയുടെ കേസിൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ഓവർസിയറിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്, ഗ്രേഡ് 1 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ആ സിലബസിൽ ഇപ്പൊ പ്രീ സ്ട്രെസ്ഡ് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത് RCCയുടെ കേസിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് കഴിഞ്ഞ എക്സാമിന്, കഴിഞ്ഞ LSGD AE എക്സാമിന് 17 ക്വസ്റ്റ്യൻ ആണ് RCC ബാക്കി 3 ക്വസ്റ്റ്യൻ ആണ് സ്റ്റീലിൽ നിന്ന് വന്നത്. അപ്പൊ ആ RCCയുടെ വെയിറ്റേജ് എന്താന്നുള്ളത് മനസ്സിലാക്കണം. അതെ, ഇപ്പം പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആണ്. ഇതിൽ തന്നെ നമ്മൾ തിയറി ക്വസ്റ്റ്യൻസും ഉണ്ട്, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം കുട്ടികൾക്ക് എപ്പോഴും പാടുള്ളത് തിയറി ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്, പക്ഷെ പാടുള്ള ഏരിയ എന്ന് പറയുന്ന പ്രോബ്ലമാറ്റിക് ചെയ്യാനാണ് പാടുള്ളത്. RCCയുടെ കേസിൽ നമ്മൾ ഈ കോഡൽ പ്രൊവിഷൻ ഉണ്ടല്ലോ, കോഡൽ പ്രൊവിഷൻ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്തായാലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അത് നല്ലപോലെ അറിയുന്ന ഒരാൾക്ക് ഈ RCC സ്കോർ ചെയ്യാൻ നല്ല എളുപ്പമാണ്. കോഡൽ പ്രൊവിഷൻസ് അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. കോഡൽ പ്രൊവിഷൻസ് എല്ലാം നല്ല പോലെ തന്നെ വൃത്തിക്ക് പഠിച്ചിരിക്കണം. അടുത്തത് GT, ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ GT1ഉം GT2 അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ ആൻഡ് കോമ്പാക്ഷൻ ആണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. എല്ലാ എക്സാം എടുത്തു കഴിഞ്ഞാലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിനകത്ത് നിന്ന് കാണും. അപ്പം ഈ ടോപ്പിക്ക് നമുക്ക് എല്ലാം തന്നെ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, സ്ട്രെസ്, എല്ലാം ഷിയർ, സ്ട്രെസ്സസ് ഇൻ സബ് സോയിൽ, ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്തെന്ന് പറയുന്നത് എന്താ? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയർ ആണ്. ട്രാൻസ്പോർട്ടേഷനിൽ അർബൻ പ്ലാനിങ്ങും അതിൽ തന്നെ വരുന്നുണ്ട്. ലാസ്റ്റ് മൊഡ്യൂളായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷനും അർബൻ പ്ലാനിങ്ങും. അതിന് 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഇടയായിട്ട് നമ്മൾ കണ്ടുവരുന്ന പാറ്റേൺ, നേരത്തെ നമ്മൾ ഹൈവേയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, റെയിൽവേയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനായിരുന്നു മെജോറിറ്റി മാർക്സും പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കണ്ടുവരുന്നത് കഴിഞ്ഞ LSGDക്കൊക്കെ എയർപോർട്ടിൽ നിന്നാണെങ്കിലും ടണലിൽ നിന്നാണെങ്കിലും, ടണല് ഒരു ചെറിയ ടോപ്പിക്കാണ്, അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കല്ല, പക്ഷെ അതിൽ നിന്ന് പോലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എയർപോർട്ട് ആയാലും ടണൽ ആയാലും എല്ലാ ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം കവർ ചെയ്ത് തന്നെ വരിക. അർബൻ പ്ലാനിങ്ങിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻ ആണ് ആകെ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇപ്പം എൻവയോൺമെൻറ്റിൻ്റെ കേസ് പറഞ്ഞല്ലോ, എൻവയോൺമെൻറ്റിൽ ഇപ്പം വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. എന്താ പറയുക, ഒരു മോർ ദാൻ 50% ക്വസ്റ്റ്യൻസും പ്രോബ്ലമാറ്റിക് തന്നെയായിട്ടാണ് ചോദിക്കുന്നത്. അതെ. കഴിഞ്ഞ എക്സാമിനൊക്കെ 10ൽ 6 ക്വസ്റ്റ്യനും പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ പ്രോബ്ലത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കുട്ടികൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓരോ സബ്ജക്റ്റിലും പ്രോബ്ലംസ് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്ന് വരാം അതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആദ്യം നിങ്ങൾക്ക് പ്രോബ്ലംസ് ഏതിന്നൊക്കെ വരാമെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിന് ഏതൊക്കെ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അത് ലിസ്റ്റ് ചെയ്ത് അതൊരു ഷോർട്ട് നോട്ടായിട്ട് കീപ്പ് ചെയ്ത് ഇത് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക.
റിപ്പീറ്റഡ് ആയിട്ട് ഈ ഇക്വേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ലാസ്റ്റ് ടൈം റിവിഷൻ ഒക്കെ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് വരും ഇക്വേഷൻസ് എന്ന്. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ പറയുന്ന ഒരു ചാർട്ടിലൊക്കെ എഴുതി നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുന്നൊക്കെ നല്ലതായിരിക്കും. റൂമില് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോ നേരെ കാണുന്നത് ഇക്വേഷൻസ്. നമ്മുടെ മൈൻഡിൽ അത് അങ്ങനെ നിൽക്കും. ചിലപ്പോൾ ഒരു സ്ക്വയർ റൂട്ട് ഇടാനോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഇടാനോ ഒക്കെ വിട്ടു പോകുമ്പോഴാണ് നമുക്ക് ആൻസർ തെറ്റി പോകുന്നത്. കറക്റ്റ് ആയിട്ട് അത് ഇല്ലാത്തപ്പോൾ ഉള്ള ആൻസർ എന്താണോ അത് ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ തെറ്റ് സംഭവിക്കുന്നത്. ഈ തിയറിയും പ്രോബ്ലവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിയറിയിൽ നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ബട്ട് ഈ പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്, ഇക്വേഷൻ നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരത്തില്ല. ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്തു വെക്കുക. എടുത്തു വെച്ച് അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ സോൾവ് ചെയ്യുക വിത്ത് എക്സ്പ്ലനേഷൻ. ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. ആ 4 ഓപ്ഷനും എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. റീസൺ കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് അതിലേക്ക് വന്നത്, അതെ, മറ്റു 3 ഓപ്ഷൻസ് എന്തുകൊണ്ട് എലിമിനേറ്റ് ആയി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ തന്നെ നമ്മുടെ പോർഷനിൽ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ കവർ ആവും. നമ്മൾ ഈ 4 ഓപ്ഷനിലും കൂടി കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്ത് പഠിക്കാമെങ്കിൽ നമ്മുടെ പോർഷൻ പെട്ടെന്ന് കഴിഞ്ഞു വരും. അത് ബെസ്റ്റ് പോയിന്റാ ശ്രീലക്ഷ്മി പറഞ്ഞത്. നമുക്ക് മെമ്മറൈസ് ചെയ്യാനും പറ്റും, പക്ഷെ ടോപ്പിക്ക് ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാനും പറ്റും. കഴിഞ്ഞ LSGDയുടെ ഈ എക്സാം വരുന്നത് എൻ്റെ ഓർമ്മയാണെങ്കിൽ 2021 ഒക്ടോബറിലോ ഓഗസ്റ്റിലോ എന്തോ ആയിരുന്നു എക്സാം വന്നത്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ എക്സാമിൻ ചെയ്തത് നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ്. നമുക്ക് എത്രത്തോളം ആ സമയത്തിനുള്ളിൽ നമുക്ക് ആ പ്രോബ്ലംസും കാര്യങ്ങളും തീർത്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രോബ്ലംസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. അപ്പോൾ നമ്മൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് എവിടെ നിന്ന് കിട്ടാം എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഗേറ്റിന്റെ അല്ലെങ്കിൽ ESCയുടെ ഒക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഗേറ്റിന്റെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റർ ഇല്ല, അതൊരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോക്കണോ, PSCക്ക് കാൽക്കുലേറ്റർ ഇല്ലല്ലോ. പക്ഷെ കാൽക്കുലേറ്റർ ഇല്ലാതെയും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ESCയുടെയും ഗേറ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, SSC JEയുടെ ക്വസ്റ്റ്യൻസ് അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ടഫ് ആയിരിക്കും തന്നെ എക്സ്പെക്ട് ചെയ്ത് പോയാൽ മതി അല്ലെ. അസിസ്റ്റന്റ് വളരെ ഈസി ആയിട്ടും വരണമെന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പമാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി പാസ്സാവുമല്ലോ. പക്ഷെ അങ്ങനെ വരില്ല. അപ്പൊ എന്തായാലും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അതെ, ഈ എക്സാമിന് ആ രീതിയിലാണ്. ഓവർസിയറിനെ അപേക്ഷിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഗേറ്റിന്റെ ഒക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് എന്തായാലും നല്ലതാണ്. ഇപ്പോൾ ഈ ഗ്രേഡ് 1 നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സാണ്, ഇപ്പോൾ ആ ഗ്രേഡ് 1 സിലബസ് നിങ്ങൾ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഏത് സബ്ജക്ട്സ് വരും? FM വരും, SA വരും, അതുപോലെ RCCക്ക് അവിടെ ഇത്ര വെയിറ്റേജ് ഇല്ല. ഈ 3 സബ്ജക്ട്സാണ് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ട വരുന്നത്. ഇതിന് കൂടുതൽ സമയം കൊടുക്കേണ്ട വരും. ഗ്രേഡ് 1 വൺസ് പ്രിപ്പയർ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈ 3 സബ്ജക്ട്സിന് മാത്രമേ എക്സ്ട്രാ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വരുന്നുള്ളൂ. അതാണ് ഗ്രേഡ് 1 ഈ ലെവൽ ഓഫ് എക്സാം തമ്മിലുള്ള അത്രേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. പിന്നെ ഓൾറെഡി ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ മാക്സിമം ഈ വരുന്ന സമയം അല്ലെ അവരുടെ നോട്ട്സ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് നല്ല രീതിയിൽ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അതെ, മാക്സിമം മോക്ക് ടെസ്റ്റ്. പിന്നെ PYQs അതേപോലെ എയ്ക്ക് ചോദിക്കണമെന്നില്ല. PYQ ജസ്റ്റ് നമുക്കൊരു റെഫറൻസ് ഉള്ള രീതിയിലായിരിക്കും മിക്കപ്പോഴും ലെവൽ പരീക്ഷകൾക്ക് വരുന്നത്. ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ്, എവിടെ ഞാൻ ഫോക്കസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വരത്തില്ല. പണ്ടൊക്കെ വന്നിരുന്നു. പണ്ടൊക്കെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത്രയും നോക്കിയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാസ് ആവും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള വെറൈറ്റി ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എല്ലാരും ആൻസർ ചെയ്യുന്നത് ഞാനും ആൻസർ ചെയ്യണം എന്നുള്ളതല്ല. അവിടെ നിന്ന് അവര് ആൻസർ ചെയ്യാൻ പറ്റാത്ത ഏത് റാങ്ക് മേക്കിംഗ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും,
അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ റാങ്കും മാർക്കും ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും. എത്രമാത്രം നമുക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ എല്ലാരും ശരിയാക്കുന്നത് നമ്മൾ ശരിയാക്കണം. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. കാരണം കോമ്പറ്റീഷൻ അത്ര അധികമാണ്, എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതെ, അതുകൊണ്ട് ഒരു ആവറേജ് ലെവലുള്ള ചോദ്യം എന്തായാലും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ടൈം മാനേജ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിൽ തന്നെ ടെൻഷനാണ്. നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിയോ, എക്സാമിന് മുന്നേ നമ്മുടെ പ്രിപ്പറേഷൻ കഴിയോ, ഒന്നും ആവുന്നില്ല. ടെൻഷൻ കാരണം പഠിക്കാൻ വയ്യ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരീക്ഷയുടെ ഭാഗം തന്നെയാണ്. ടെൻഷൻ ഇല്ലെങ്കിലാണ് പ്രശ്നം. അതെ നമുക്കൊരു മോട്ടീവായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഇത് വേണം, ഗോള് വേണം, നമുക്ക് അതിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആ ഒരു തോട്ട് ഉള്ളിലുള്ള ഒരാൾക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതും സഹിച്ച് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതാണ് കാര്യം. ടെൻഷൻ ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ പോലെ പരീക്ഷ അത്രത്തോളം സീരിയസ് ആയിട്ട് കാണാത്തവർക്ക് ഈ പറഞ്ഞ ടെൻഷൻ ഒന്നും കാണില്ല. ജസ്റ്റ് കൂളായിട്ട് പോയിട്ട് എഴുതിയിട്ട് വരും. പക്ഷെ നന്നായി പഠിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അത് പരീക്ഷയുടെ പാർട്ടാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. അതിനെ നിങ്ങൾ എങ്ങനെ മറികടക്കുന്നുള്ള മിസ്സേ എല്ലാം മറന്നു പോവാണ്, പഠിച്ചതൊക്കെ മറന്നു പോവാ. ഇപ്പൊ വിചാരിക്കുന്നത് എന്തിനാ പഠിക്കുന്നേ, ഞാൻ എന്താ പഠിച്ച് മാറ്റി വെച്ച സബ്ജക്റ്റ് എനിക്ക് ഒന്നും ഓർമ്മയില്ല. അതാ എല്ലാ കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ ബ്രെയിൻ ആണ്. അത് പഠിക്കാൻ എടുക്കുന്ന അതേപോലെ തന്നെ മറക്കാനും അത് ട്രൈ ചെയ്യും. നിങ്ങൾ റിപ്പീറ്റഡ് റിവിഷൻ, മറക്കാതിരിക്കാൻ റിവിഷൻ മാത്രമേ ഉള്ളൂ. തിയറി പ്രത്യേകിച്ച്, പ്രോബ്ലംസ് ആണെങ്കിൽ എഴുതി പഠിക്കാം. അതെ, ചെയ്ത് തന്നെ നോക്കണം. അറിയാം എന്ന് പറഞ്ഞ് നമ്മള് കാണുമ്പോ തന്നെ ഇതെനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് വിട്ടു പോകരുത്. ഇപ്പൊ ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും നോക്കുന്ന സമയത്ത് ഒരു വലിയ പാരഗ്രാഫിലാണ് ആ ചോദ്യം വരുന്നെങ്കിലും ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്തൊന്നും കളയരുത്. ജസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇപ്പൊ GT യിലൊക്കെ ആണെങ്കിൽ ഗാമ ഡി സിക്വൾ ടു ഇത്ര, വാട്ടർ കണ്ടന്റ് സിക്വൾ ടു ഇത്ര, അങ്ങനെ ക്വസ്റ്റ്യന് ആ വാല്യൂസ് മാത്രം ഒന്ന് സോർട്ട് ചെയ്ത് എഴുതി കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഏത് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. നല്ല വലുതായിരിക്കും, അത് കാണുമ്പോ തന്നെ കുട്ടികൾ സ്കിപ്പ് ചെയ്യാതാണ് പറഞ്ഞത്. അതാണ്, അതുകൊണ്ട് ഈ ഒരു രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ആ വാല്യൂസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ സിമ്പിൾ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ പ്രോബ്ലം ഒക്കെ ആ രീതിയിൽ ചെയ്ത് നോക്കാം. മാക്സിമം എഴുതി പഠിക്കുക. പ്രോബ്ലം നല്ല പോലെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ പോവുക. എല്ലാ സബ്ജക്റ്റിൽ നിന്നും എന്തൊക്കെ പ്രോബ്ലംസ് വരാം അതിന്റെ എല്ലാ ഇക്വേഷൻസ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ച് അത് വീട്ടിലെവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് നല്ല പോലെ ആ ഇക്വേഷൻസ് എല്ലാം നല്ല മനപ്പാഠം ആയിരിക്കണം എല്ലാവർക്കും. അതാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മുടെ AE എന്ന് പറയുന്ന AE ലെവൽ ഓഫ് പോസ്റ്റില് ഇപ്പൊ നമ്മുടെ സാലറി എന്ന് പറയുന്ന നല്ല വ്യത്യാസമുണ്ട് ഇല്ലേ. ബാക്കി പോസ്റ്റ് നമ്മളിപ്പോ BTech കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ ഫസ്റ്റ് ഏറ്റവും നല്ലൊരു എൻട്രി ഗവൺമെന്റ് സർവീസിലേക്കുള്ള ഏറ്റവും ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഒരു AE ആയിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ അറിയാം, ഇപ്പൊ നമ്മുടെ പേ സ്കെയിലൊക്കെ മാറി. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ പേ സ്കെയിലിൽ നിന്ന് നേരത്തെ നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് 39,500 തുടങ്ങി 83,000 വരെയായിരുന്നു ഒരു AEയുടെ ബേസിക് പേ. അതേസമയം അതിപ്പോൾ 55,200 തുടങ്ങി 1,15,300 വരെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 30-35 വയസ്സിനുള്ളിൽ ഒരു AE ആയിട്ട് കയറുന്ന ഒരാള് റിട്ടയർ ആവുന്നത് ഏത് പൊസിഷനിലായിരിക്കും? പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിട്ടയർ ആവുന്ന ഏത് പൊസിഷനിലായിരിക്കും? നല്ല ലെവൽ വരെ അവർക്ക് ചീഫ് എഞ്ചിനീയർ വരെ പോകാനുള്ള കഴിവ് ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു ഡ്യൂറേഷന് മുന്നിലുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. നമ്മൾ ഈ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു സമയം ഉണ്ടല്ലോ, അതും ആ ഒരു സമയത്തുള്ള പെർഫോമൻസ് അത് പിന്നെ ആകുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ്, വേറെ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള സമയം ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക. മുന്നിൽ ഇത്രയും നല്ല ഒരു പോസ്റ്റാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം ഓൾറെഡി പ്രിപ്പയർ ചെയ്തവരാണെങ്കിലും ഇപ്പം പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും കൺസെപ്റ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കുക. അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വരും എന്തായാലും. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണെങ്കിലും എന്താണെങ്കിലും കൺസെപ്റ്റ് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ജസ്റ്റ് ഒരു ചോദ്യം, ഒരു 1 വേർഡ് ഉത്തരം ആ രീതിയിൽ പ്രതീക്ഷിച്ച് പോകണ്ട. ആ പഠിക്കുന്ന ടോപ്പിക്ക് ഡീപ്പായിട്ട് മീൻസ് കൺസെപ്ച്വലി നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി വെക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇനി ഒരു സബ്ജക്റ്റ് തന്നെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുള്ളായിട്ട് റിവൈസ് ചെയ്യണം അങ്ങനെയില്ല. നിങ്ങൾ മാറ്റി റിവൈസ് ചെയ്താൽ മതി അല്ലേ. ഫ്രീക്വൻസി ഓഫ് റിവിഷൻ കൂട്ടുക.
ഒരു സബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസി ഓഫ് റിവിഷൻസ് കൂട്ടിയിട്ട് നമ്പർ ഓഫ് റിവിഷൻസ് കൂട്ടിയിട്ട് അറ്റ് എ ടൈം റിവൈസ് ചെയ്യുന്ന ടോപ്പിക്സിൻ്റെ എണ്ണം കുറച്ചെടുത്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മടുപ്പ് വരില്ല. അങ്ങനെ പല പല സബ്ജക്റ്റുകൾ റിവൈസ് ചെയ്ത് നോക്കുക. പ്രോബ്ലംസ് ആണെങ്കിൽ മാക്സിമം ചെയ്ത് തന്നെ പഠിക്കുക ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഷോർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ചാർട്ടിലൊക്കെ ആക്കി ഒട്ടിച്ച് വെച്ച് ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും സ്ട്രെസ്സും ടെൻഷനൊന്നും ആലോചിച്ച് ഒരുപാട് വെപ്രാളം വേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക എല്ലാവരും. എന്തായാലും ഈ ഒരു വർഷം എല്ലാവരും എപ്പോഴും പറയുന്നതാണ് ഒരു ഗോൾഡൻ ഇയർ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു വർഷമാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ വരുന്ന പരീക്ഷകൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.